ടീച്ചേഴ്സ് ലഹരിക്കെതിരെ എന്തൊക്കെയോ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീ നല്ലോണം വരയ്ക്കൂലേ? നിനക്ക് ലോക മത്സരത്തിൽ പങ്കെടുത്തൂടെ? ഞാൻ എന്തായാലും പങ്കെടുക്കും. വാ, ക്ലാസ് പോവാം. നമ്മുടെ സ്കൂളിൽ 230 കുട്ടികളാണ് NCCയിൽ ചേരാൻ വേണ്ടി അപേക്ഷ നൽകിയിരുന്നത്. ആ 230 കുട്ടികളിൽ സെലക്ഷൻ കിട്ടിയത് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കുമാണ്. നമ്മുടെ NCCയിൽ ചേരുന്നത് കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? NCC കഴിഞ്ഞ കുട്ടികളൊക്കെ, അധികവും കുട്ടികൾ നിങ്ങളൊക്കെ ഫ്രണ്ട്സായിരിക്കാം അല്ലേ? അവരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവൊക്കെ NCCയിൽ നിങ്ങൾക്കൊരു പ്രചോദനമായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും നിങ്ങളൊക്കെ NCCയിൽ എത്തിയിട്ടുണ്ടാവുക. .22 റൈഫിൾ ഉപയോഗിച്ച് ഫയർ ചെയ്യാനുള്ള ഭാഗ്യം വരെ നിങ്ങൾക്കുണ്ട്. മാഡം, ഈ കുട്ടിക്ക് NCC ചേരാൻ ആഗ്രഹമുണ്ട്. ഏത് ക്ലാസ്സിലാ? 6ാം ക്ലാസ്സിലാണ്. 6ാം ക്ലാസ്സിലുള്ളവർക്ക് NCC ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. മോളെ വീട് എവിടെയാ? ഞാൻ ഹോസ്റ്റലിലാണ്. അതെങ്ങനെ അവിടെ എത്തി? അച്ഛൻ്റെ ഉപദ്രവം കാരണമാണ്. അച്ഛൻ നല്ലോണം കഞ്ചാവ് അടിക്കും. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ മുറി വൃത്തിയാക്കുമ്പോൾ എനിക്കൊരു വെള്ളപ്പൊടി കിട്ടി. പിന്നെ അച്ഛൻ എന്നെയും അമ്മനെയും നല്ലോണം തല്ലും. ഇപ്പൊ അച്ഛൻ മോളെ കാണാൻ വരില്ലേ? ഇത് എൻ്റെ അച്ഛനല്ല. എൻ്റെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പോയി. എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴത്തെ അച്ഛൻ 2ാമത്തെ അച്ഛനാണ്. എനിക്ക് അവരിപ്പോൾ ഭയങ്കര പേടിയാ. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. നമ്മുടെ വിദ്യാലയത്തിൽ വ്യത്യസ്ത മത്സരങ്ങൾ നടത്തുകയുണ്ടായി. അതിന്റെ ഫലം പ്രഖ്യാപിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലഹരിക്കെതിരെ നടത്തിയ മത്സരങ്ങളിൽ നിങ്ങളെല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് പങ്കെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഫോട്ടോഷൂട്ട് മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനത്തിനാണ്. ഈ മത്സരത്തിൽ തീം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അമ്മയാണ് ലഹരി, അച്ഛനാണ് അമൃത് എന്നതാണ്. ഈ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് നിതയാണ്. നിത ഈ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഞാൻ നിത, സ്വദേശം മുക്കം. ഞാൻ നമ്മുടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നു. എനിക്ക് പേര് നൽകിയത് എൻ്റെ ഉമ്മയാണ്. ഇക്കാക്കയും ഉമ്മയുമാണ് എന്നെ നോക്കിയത്. അടുത്ത ആഴ്ചയാണ് മാതൃഭൂമിയിൽ ചിത്രരചനാ മത്സരം. ഞാൻ എന്തായാലും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചു. അത് ഉമ്മയ്ക്ക് അറിയാലോ. ഞാൻ വലുതായിട്ട് ഒരു ആർട്ട് ഡയറക്ടറായിട്ട് എൻ്റെ ഉമ്മാനെ ഞാൻ ആട്ടും തൊട്ടിലിട്ടാട്ടും. ഒന്ന് പോടി അവിടുന്ന്. എനിക്ക് മതി. ഉമ്മ, കാക്കാന്റെ കൈമേൽ കുറേ ATM കാർഡ് ഉണ്ട്. ഞാൻ റൂം വൃത്തിയാക്കിയപ്പോ കണ്ടതാ. കുറച്ചായിട്ട് അവന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തോ മാറ്റം കാണുന്നുണ്ട്. ചിലപ്പോ ദേഷ്യപ്പെടും, ചിലപ്പോ മിണ്ടാതിരിക്കും. എന്താ എടുക്കുന്ന? ആരാ ആരാ? അത് നോക്കി. നീ എന്താ കാണിക്കുന്നേ? മറ്റേ കാര്യം ചോദിച്ചു നോക്കി. നിതക്കുട്ടി, നീറ്റ് പോ. നീ എന്തിനാ എത്രയധികം ATM കാർഡ് കൊണ്ടു? ഇക്കാക്ക് ആരൊക്കെയോ എന്തൊക്കെയോ കൊടുത്തു. അതൊരു മണി ചെയിൻ പോലെയാണെന്നാണ് കേട്ടത്. ചെറിയൊരു സുഖത്തിന് വേണ്ടി എൻ്റെ ഇക്കായും അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് എൻ്റെ കുടുംബമാണ് നഷ്ടപ്പെട്ടത്. പ്ലീസ് പ്ലീസ്, ദയവ് ചെയ്ത് ആരും അത് ഉപയോഗിക്കരുത്.
ഓക്കെ, ഇനി സമ്മാനദാനമാണ്. നമ്മുടെ നിതക്ക് സമ്മാനം നൽകുന്നതിനായി വാർഡ് കൗൺസിലറെ ക്ഷണിക്കുന്നു. എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ മെന്റർമാർക്കും എൻ്റെ ടീച്ചർമാർക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഞാൻ ഈ സമ്മാനം സമർപ്പിക്കുന്നു. അമൃതം തൂകിനി അരികിലണഞ്ഞാൽ ജീവിതമെന്ത് ലഹരി എനിക്ക് പാരിടമാകെ ലഹരി.